അധികം ആൾക്കാരും തോറ്റു പോകുന്നത് ഒരു മടിയന്മാരെ കൊണ്ടൊന്നല്ല. അവരെ ഓരോ ദിവസം അവർ ഏത് രീതിയിലാണ് സ്പെൻഡ് ചെയ്യണത് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നമ്മൾ രാവിലെ എപ്പോഴും എണീക്കുന്നത് ഭയങ്കര എനർജിയിലും ഭയങ്കര ഇൻറ്റൻഷനൊക്കെ നല്ല അടിപൊളി ഇൻറ്റൻഷനൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ എണീക്കുന്നുണ്ടാവുക. പക്ഷേ ആ ഒരു ദിവസം കഴിയുന്ന സമയത്ത് നമ്മൾ ബാക്കോട്ട് നോക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ബിസി ആയിരിക്കും. നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, ബട്ട് നമ്മളെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ലെവലിൽ നമ്മളൊന്നും നമുക്ക് അവിടെ കാണാനും പറ്റില്ല. നിങ്ങൾ മാത്രം പ്രശ്നമില്ല, ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രശ്നം. ഇവിടെ ശരിക്കും എന്താ നടക്കുന്നത് ഞാൻ പറയാം. നമ്മൾ രാവിലെ എണീച്ചിട്ട് മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യും. നമ്മൾ മൊബൈൽ ഫോണിൽ നമുക്ക് വന്ന മെസ്സേജസിനൊക്കെ റീപ്ലൈ കൊടുക്കും. നമ്മൾ ചിലപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഇമെയിൽസിന് റീപ്ലേസ് കൊടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ യൂട്യൂബിൽ എന്തൊക്കെയോ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഇവിടെയൊക്കെ നടക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്നും പ്രത്യേകിച്ച് ഒരു ഔട്ട്പുട്ട് കിട്ടാത്ത ലെവലിലേക്കാണ് പോയി പോകുന്നത്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വിത്തൗട്ട് എനി പ്ലാൻ എവറിത്തിങ് ഫീൽസ് അർജൻറ്റാണ്. അതായത് നമുക്കൊരു പ്രോപ്പർ പ്ലാൻ ഇല്ല. ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണമെന്നുള്ള കറക്റ്റ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ദിവസം നമ്മളെ മനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും, നമുക്ക് അർജൻ്റ് ആയിരിക്കും. എന്ത് കാര്യം നമ്മളെ മുന്നിൽ വരുന്നത് നമ്മൾ അറ്റൻഷൻ അതിലേക്ക് കൊടുക്കണം എന്നൊരു ഫീലായിരിക്കും നമുക്ക് ഉണ്ടാവുക. നമ്മളെ മുന്നിൽ വരുന്ന എല്ലാ കാര്യത്തിനും നമ്മൾ അറ്റൻഷൻസ് കൊടുക്കുമായിരിക്കും, ബട്ട് നമുക്കൊരു പ്രോപ്പർ ഫോക്കസ് അതിൽ എവിടെയും കൊടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും? നമ്മൾ ആ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് ടയേർഡ് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമുക്കൊരു ഗിൽറ്റ് ഫീലും ഉണ്ടാവും. ഞാൻ അത്രയൊക്കെ ടൈം ഇതിൽ സ്പെൻഡ് ചെയ്ത് ബട്ട് എനിക്കൊന്നും ഔട്ട്കം ആയിട്ട് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു ഗിൽറ്റ് ഫീൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യാത്തതിനെ കൊണ്ടല്ല നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുന്നത്. എന്തിലാണോ വർക്ക് ചെയ്യേണ്ടത് അതിൽ നിങ്ങൾ വർക്ക് ചെയ്യാത്തതിനെ കൊണ്ട് അവിടെ പ്രശ്നം വരുന്നത്. അധികം ആൾക്കാർ തിങ്ക് ചെയ്യണത് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഫ്ലോവിനനുസരിച്ച് പോകുന്ന ആൾക്കാരാണ്. ബട്ട് ട്രൂ എന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. കാരണം സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്, എഫക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്നെങ്കിൽ അവർ ഓരോ ദിവസം എന്തിനു വേണം സ്പെൻഡ് ചെയ്യാന്നുള്ളത് അവർക്ക് പ്രോപ്പർ ഐഡിയ ഉണ്ടാവും. പ്രോപ്പറായിട്ട് നമ്മൾ ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണമെന്നുള്ള പ്ലാൻ ചെയ്യുന്നിടത്ത് നമ്മളവിടെ സ്റ്റക്കായി പോകുക, നമ്മൾ റിജിഡായി പോകുന്ന ഒരു ഫീലൊന്നും വേണ്ട. നമ്മളത് ചെയ്യുന്നത് വഴി നമ്മളവിടെ റിജിഡല്ലി സ്റ്റക്കല്ല ആവുന്നത്. നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാവുക ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ഈ ടൈം ഞാൻ അതിന് വേണ്ടി മാറ്റി വെച്ചതാണ്, സോ ഞാൻ അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവേണ്ട കറക്റ്റ് അതിലേക്ക് എന്താക്കും, ഫോക്കസ്ഡ് ആയി പോകും. നിങ്ങൾ പല ആൾക്കാർക്കും അറിയാം, നമ്മളെ ബോഡി നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ എനർജി ബേൺ ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ ബ്രെയിനിൽ നമ്മൾ ഓരോ ഡിസിഷൻസ് എടുക്കുന്ന സമയത്തും എനർജി ബേൺ ആവുന്നുണ്ട്. സോ നമ്മൾ ബ്രെയിനിൻ്റെ എനർജി എന്ന് പറയുന്നത് ശരിക്കും ലിമിറ്റഡാണ്. ഓരോ സമയം ഞാൻ ഇനി എന്താണ് ചെയ്യുക, ഞാൻ എന്താണ് ഇതിനു വേണ്ടി ചെയ്യുന്നത്, ഞാൻ അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ നിങ്ങൾ ആലോചിക്കുമ്പോഴൊക്കെ നിങ്ങൾ എനർജി അവിടെ ബേൺ ആവുക ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ദിവസം എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് എല്ലാ കാര്യവും നമ്മൾ അറ്റൻഷൻ കൊടുത്ത് എല്ലാ കാര്യത്തിലേക്കും നമ്മുടെ ഡിസിഷൻസും കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മളെ എനർജി അനാവശ്യമായിട്ട് പല പല കാര്യങ്ങളിലേക്കും പോയിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ മേ ബി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് അതിന് വേണ്ടി എനർജി കിട്ടിയെന്ന് പറ്റില്ല. ഓരോ ദിവസവും കറക്റ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ അതിനെക്കൊണ്ട് നമ്മൾ കുറേ ഡിസിഷൻസ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 3 കാര്യം ചെയ്ത് തീർക്കാണ്ട്, അപ്പോൾ ആ 3 കാര്യത്തിന് വേണ്ടി കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ തിങ്ക് ചെയ്യുമ്പോഴും നമുക്ക് അതിനനുസരിച്ചുള്ള എനർജി അവിടെ ബേൺ ആവുന്നുള്ളൂ. സോ നമുക്ക് നമ്മളെ എനർജി വൈസ്ലി യൂസ് ചെയ്യാൻ പറ്റും. ഇതിനെ നമുക്ക് പ്രീ കമ്മിറ്റ്മെന്റ് എന്ന് വിളിക്കും. നമ്മൾ ഒരു തവണ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ച് 100 വട്ടം ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു ലോങ് ഡ്രൈവ് പോകുകയാണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് 2 രീതിയിൽ ആ റൂട്ട് കണ്ടെത്താൻ പറ്റും. ഒന്ന് പോണ വഴിക്ക് നിർത്തി ഓരോ ആൾക്കാരോട് ചോദിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റും. 2 നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗൂഗിൾ മാപ്പിൽ 2 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കാര്യങ്ങൾ അടിച്ചിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ മാപ്പ് നോക്കിയിട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനർജി അവിടെ ലോസ് ആവുന്നത് നമ്മൾ നിർത്തി ഓരോ സമയത്തും ഓരോ ആൾക്കാരോട് ചോദിച്ച് പോകുമ്പോൾ അത്രയും നമുക്ക് ടൈമും നമ്മൾ എനർജി അവിടെ വേസ്റ്റ് ആവുക ചെയ്യുന്നത്. ബട്ട് ഒരു മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് നമ്മൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇനി ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതൽ ഡിസിഷൻസ് അവിടെ എടുക്കേണ്ടി വരുന്നില്ല. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് ഇങ്ങനെ ഓരോ മിനിറ്റ് എന്ത് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്ത് പോകാനൊന്നും കഴിയില്ല. അത് ഭയങ്കര എക്സോസ്റ്റിംഗ് ആണ്. സോ പ്രോപ്പറായിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 3 ക്വസ്റ്റ്യൻസ് ശരിക്കും നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. നിങ്ങൾ പ്രോപ്പർ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പറഞ്ഞത് വാട്ട് ആർ ദ 3 തിങ്സ് ഇഫ് ഡൺ ടുഡേ വുഡ് മേക്ക് ദിസ് ഡേ വർത്ത് ഇറ്റ്. അതായത് ഇന്ന് ഞാൻ എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 3 കാര്യം ചെയ്താലാണ് ഇന്നത്തെ ദിവസം എനിക്ക് വെർത്തായിട്ട് തോന്നുക. അപ്പോൾ നിങ്ങൾക്കൊരു 3 ആൻസേഴ്സ് കിട്ടും. ആ 3 ആൻസർ ചെയ്താൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ 2 to 3 സപ്പോർട്ടിംഗ് ടാസ്ക് ദാറ്റ് മൂവ് തിങ്സ് ഫോർവേഡ്. അതായത് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്ത 3 കാര്യങ്ങളില്ലേ, ഈ 3 കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടി ഞാൻ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് വിൽ ഐ ഇഗ്നോർ ഈവൻ ഇഫ് ഇറ്റ് ഫീൽ അർജന്റ്. നമുക്ക് അർജന്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ പോലും നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഫിക്സ് ആക്കി കഴിഞ്ഞാൽ ആ ദിവസത്തെ പ്ലാനിങ് അവിടെ കഴിഞ്ഞു. ഇവിടെ നമ്മൾ റിജിഡ് ആയിട്ടുള്ള ഓരോ മിനിറ്റിൽ എന്തൊക്കെ ചെയ്യാനുള്ള പ്ലാൻ ചെയ്തിട്ടില്ല, 10-40 ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടില്ല. കറക്റ്റ് ആ ദിവസം ചെയ്ത് തീർക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടാസ്കും അതിനുവേണ്ടി ഡയറക്ഷൻസ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്തുണ്ട്, ആ ദിവസം വെറുത്താണെന്ന് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള കറക്റ്റ് ഒരു പ്ലാനിങ് ഉണ്ട്. സോ നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് മറ്റ് പല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട, നിങ്ങൾ അറ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ 3 കാര്യത്തിലേക്ക് എന്താക്കിയാൽ മതി, ഫോക്കസ് ആൻഡ് അറ്റൻഷൻ കൊടുത്താൽ മതി. സോ ഈ 3 കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷനബിൾ ഫ്രെയിം വർക്ക് ഞാൻ തരാം. 4 സ്റ്റെപ്പാണ് ഇതിലുള്ളത്.
ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സംഭവം എന്താണ്, നമുക്ക് ആ ഒരു ദിവസം വെർത്തായി തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണെന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ചെയ്യുക. 3 കാര്യങ്ങൾ. സോ നമ്മൾ എന്താക്കുക, 3 കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഈ 3 കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ജസ്റ്റ് ഇമാജിൻ ചെയ്യാണ്, എനിക്കൊരു യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്യണം. ഇതാണ് എൻ്റെ പ്രൈമറി അല്ലെങ്കിൽ ഒരു ടാസ്ക് എന്ന് ചെയ്ത് തീർക്കേണ്ടത്. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പ്രൈമറി ടാസ്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സബ് ടാസ്കുകൾ നമ്മൾ എന്താക്കുക, എഴുതുക എന്നുള്ളതാണ്. അതിപ്പോൾ യൂട്യൂബ് വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം, സ്ക്രിപ്റ്റ് വേണം. അങ്ങനെ ഈ മുകളിലുള്ള 3 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ടാസ്കുകൾ എഴുതുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇഗ്നോർ ലിസ്റ്റ് ഉണ്ടാക്കുക. അതായത് ഞാൻ ഈ മെയിൻ ടാസ്കുകൾ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും എനിക്കത് എത്ര അർജൻറ്റ് ആണെന്ന് ഫീൽ ചെയ്താൽ പോലും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഇഗ്നോറിംഗ് ലിസ്റ്റും കൂടി നമ്മൾ ഉണ്ടാക്കിയേക്കണം. ഈ ഇഗ്നോറിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അധികം കോമൺ ആയിരിക്കും. അതായത് മൊബൈൽ ഫോൺ ആ സമയത്ത് യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ ഓഫീസ് റിലേറ്റഡ് വർക്കുകൾക്ക് ഞാൻ ആ ടൈമിൽ സ്പെൻഡ് ചെയ്യില്ല. അങ്ങനെ നിങ്ങൾ എന്താക്കുക, ഇഗ്നോറിംഗ് ലിസ്റ്റുകൾ ഉണ്ടാക്കി വെക്കണം. അത് ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രോബബ്ലി എപ്പോഴും അതെന്തായിരിക്കും, സെയിം ആവാനുള്ള ചാൻസ് ആണ് ഉണ്ടാവാറ്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടൈം ബ്ലോക്കിംഗ് ആണ്. ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നത് ഓരോ മിനിറ്റും അല്ലെങ്കിൽ ഓരോ 10 മിനിറ്റും നമ്മൾ എന്തിന് സ്പെൻഡ് ചെയ്യുന്നുള്ളത് വെക്കാനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളെ 3 ഇമ്പോർട്ടൻറ്റ് ടാസ്കുകളിൽ ആ 3 ഇമ്പോർട്ടൻറ്റ് ടാസ്കുകൾ ഏത് ടൈമിൽ ഞാൻ സെറ്റാക്കും. ഏത് മോർണിംഗ് ആണോ, അല്ലെങ്കിൽ ഉച്ചക്കാണോ, അല്ലെങ്കിൽ 12 മുതൽ 4 വരെയുള്ള ടൈമിലാണോ, അല്ലെങ്കിൽ 6 മുതൽ 10 വരെയുള്ള ടൈമിലാണോ, അങ്ങനെ ഒരു ടൈം ബ്ലോക്ക് നമ്മൾ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. സോ ഇവിടെ ഇനിയുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് കറക്റ്റ് ക്ലാരിറ്റി കിട്ടി, ഒരു ദിവസം എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുള്ള ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞ് എന്നിട്ടും നിങ്ങളിത് മുന്നോട്ട് ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇരിക്കേണ്ടേ, ഇതിൻ്റെ മുകളിൽ ഇനി 10 മിനിറ്റ് ഇരിക്കേണ്ടേ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുള്ളൂ. ആ 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ഇതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യുന്നത് കാരണം മടി പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 24 മണിക്കൂറാണ് അവിടെ ഒന്നും ഇല്ലാണ്ടായി പോകുന്നത്. നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ട്, ഓക്കെ. ബട്ട് നിങ്ങളെ ലൈഫിനെ എക്സ്ട്രാ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെയോ എക്സ്ട്രാ നിങ്ങൾക്ക് ഇൻപുട്ട് കൊടുത്ത് ഔട്ട്കം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും അവിടെ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളിൽ ഇന്നല്ലെങ്കിൽ നാളെ റിഗ്രറ്റ് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോപ്പറായിട്ട് ഓരോ ദിവസങ്ങളും നമ്മൾ കറക്റ്റ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇമ്പാക്റ്റ് ചെയ്യുന്ന 3 കാര്യങ്ങൾ നമ്മൾ ഡെയിലി ടാസ്ക് പോലെ ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് വരും. സോ ഇപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന 10 മിനിറ്റ്സ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ അത് വൈസ്ലി യൂസ് ചെയ്ത് മൈൻഡ് ഫിക്സ് ചെയ്ത് അതിന് വേണ്ടി നിങ്ങളൊരു 10 മിനിറ്റ് കൊടുക്കാം. നിങ്ങളെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നതിന് അപ്പുറത്തായിരിക്കും ഉണ്ടാവുക. സോ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ മോർണിംഗ് നിങ്ങൾ എന്താക്കുക, ചെയ്ത് തുടങ്ങുക. 3 ഇമ്പോർട്ടൻറ്റ് ടാസ്ക്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ടാസ്കുകൾ, ഇഗ്നോറിംഗ് ലിസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കിയാൽ മതി. അതാണ് നിങ്ങൾ ഓരോ ദിവസത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഡയറക്ഷൻ ഇല്ലാണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൈം കൊടുക്കും, നമ്മൾ ചിലപ്പോൾ വഴി തെറ്റിപ്പോകാനുള്ള ചാൻസ് വരെയുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.